സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 3ലേക്ക്. ബിഗ് ബോസ് സീസൺ 7 അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്രതീക്ഷിത എവിക്ഷനുകളിൽ ചർച്ചകൾ തുടരുന്നു. അതിനിടെ PR വിവാദവും കൊടുമ്പിരി കൊള്ളുകയാണ്. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും നൽകാത്തവരും ഷോയിൽ തുടരുന്നുണ്ടോ? അനർഹർ കപ്പും കൊണ്ടുപോകുമോ? ചോദ്യങ്ങൾ അങ്ങനെ നിരവധിയായി തുടരുന്നുണ്ട്. വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ബിഗ് ബോസ് റിവ്യൂവറായ ഡോക്ടർ രേവതിയാണ്. ഡോക്ടർ രേവതി, സ്വാഗതം ന്യൂസ് 3ലേക്ക്, ന്യൂസ് 18ലേക്ക്. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് ഇപ്പോൾ ഇതാ ഫിനാലിലേക്ക് അടക്കാൻ പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മതി. 7ന്റെ പണി ആയിട്ടാണ് ഇത്തവണ ബിഗ് ബോസ് വന്നത്. യഥാർത്ഥത്തിൽ ആർക്കാണ് 7ന്റെ പണി കിട്ടിയത്? എനിക്ക് തോന്നുന്നു ആദ്യത്തെ 7ന്റെ പണി കിട്ടിയത് പ്രേക്ഷകർക്കാണ്. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന സീസണാണ്. കുറച്ച് ഡിലേ ആയിപ്പോയി. എന്നാലും പ്രൊമോസ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കിയ പ്രൊമോസാണ് ലാലേട്ടൻ്റെ. കാര്യം ഒരു കാർഡും ഇറക്കാൻ സമ്മതിക്കത്തില്ല. അതായത് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒന്നും, അതായത് നമുക്ക് സേഫ് കാർഡുണ്ട്, കരച്ചിൽ കാർഡുണ്ട്, ഫേക്ക് കാർഡുണ്ട്, കോംബോ കാർഡ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. കലിപ്പൻ കാർഡ്, കാന്താരി കാർഡ്, ഇതൊക്കെ ലാലേട്ട ഗ്രൂപ്പ് കളി, ഇതൊക്കെ മാറ്റും എന്ന് പറഞ്ഞൊരു സീസണായിരുന്നു. അപ്പം നമ്മൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇതെല്ലാമുള്ള ഈ എല്ലാ കാർഡുകളും ഇറക്കിയ ഒരു സീസണായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പ്രത്യേകിച്ചും ഗ്രൂപ്പ് കളിയാണ് ഈ സീസണിൽ നിറഞ്ഞു നിന്നത്. ആദ്യം തന്നെ ഒരു വലിയ ഗ്രൂപ്പ് ഫോം ചെയ്തു. അപ്പം നമ്മൾ ആലോചിച്ചു, ദൈവമേ ഗ്രൂപ്പ് ലാലേട്ട പൊട്ടിക്കൂ എന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിച്ചില്ലല്ലോ. മറിച്ച് ലാലേട്ട പറഞ്ഞ ഗ്രൂപ്പ് നല്ലതല്ലേന്ന്. അപ്പം അതൊരു നമുക്ക് അതെന്താ അങ്ങനെ ഇത്രയും വലിയ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിന് എഗൻസ്റ്റ് പ്രേക്ഷകരായി, എന്തിനാണ് ഗ്രൂപ്പ് ഇത്രയും വലിയെന്ന് പറഞ്ഞ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആകെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം ലാലേട്ടനായിരുന്നു. എല്ലാ വീക്കെൻഡും എനിക്ക് തോന്നുന്നു നമുക്ക് സാധാരണ എപ്പിസോഡ് കാണുന്നതിനെക്കാട്ടിയും പ്രേക്ഷകർ കാത്തിരുന്നത് ലാലേട്ടനെ കാണാനാണ്. എല്ലാ വീക്കെൻഡും, ഈവൻ ഇന്ന് വരെയും, ഇന്നത്തെ എപ്പിസോഡ് വരെയും ലാലേട്ടനെ കാണാനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അതെപ്പോഴും എല്ലാവരും പ്രേക്ഷകർ പറയുന്നൊരു കാര്യമാണ്. പിന്നെ ഈ ഗ്രൂപ്പ് കളിയിലാണ് ഈ സീസൺ പൊക്കോണ്ടിരുന്നതും. കുറേ ആൾക്കാർ ഔട്ടായതും ഈ ഗ്രൂപ്പ് കളി കാരണമാണ്. കുറേ ആൾക്കാരുടെ കളി ബാക്കിലോട്ട് പോയതും ഈ ഗ്രൂപ്പ് കാരണമായിരുന്നു. ശരിക്കും ആ വീട്ടിൽ ഇപ്പോൾ തുടരുന്ന ആളുകളൊക്കെ അവിടെ തുടരാൻ യോഗ്യതയുള്ളവരാണെന്ന് ഡോക്ടർ രവി തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു സീസണിൽ ഈ അൺഫെയർ എവിക്ഷൻസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സീസണിലും അത് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ല? ഇപ്പോൾ വൈൽഡ് കാർഡ് കയറി കഴിയുമ്പോൾ അവർ കുറച്ച് ചിലവർ രക്ഷപ്പെടുന്നവരുണ്ട്, ചിലവർ ഗെയിം മാറ്റുന്നവരുണ്ട്. അങ്ങനെ എപ്പോഴും ഈ ടോപ്പ് 10 ആകുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് നമുക്ക് പ്രേക്ഷകർക്ക് പറ്റാത്ത അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ആൾക്കാർ കുറേ പേര് കടന്നു കൂടും. നമ്മളിനി എന്തൊക്കെ ചിന്തിച്ചാലും എന്തൊക്കെ ചെയ്താലും അത് ഉണ്ടാവും. അതെനിക്ക് മനസ്സിലായി. ഞാനും കഴിഞ്ഞ സീസണിലൊക്കെ പറഞ്ഞായിരുന്നു നമുക്ക് ടോപ്പ് 10 ഫുൾ കളിക്കുന്ന ആൾക്കാർ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് നടക്കാത്ത കാര്യമാണ്. എപ്പോഴും ഒരു ടോപ്പ് 10 നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ അൺഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും കേട്ടോ. പിന്നെ ഡിസർവിങ് ആയിട്ടുള്ള ഇപ്പോൾ ജിസേലൊക്കെ കണ്ടില്ലേ, ഒരുപാട് പേര് ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പുള്ളിക്കാർ എന്തായാലും കയറും. കാര്യം അത്യാവശ്യം ഫാൻസ് ഉണ്ട്, സപ്പോർട്ടുണ്ട്. ജിസേലൊക്കെ എന്തായാലും ഉണ്ടാവും എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇല്ലല്ലോ. അപ്പോൾ അതൊരു വലിയ ഫാൻസിന് തന്നെ ഞെട്ടലായിരുന്നു. ഒരു ഷോക്കിംഗ് എവിക്ഷൻ ആയിരുന്നു ജിസേലിൻ്റെ എവിക്ഷൻ. ഓക്കെ, ഇതുവരെ നടന്ന സീസണുകളിൽ ഏറ്റവും കൂടുതൽ ബീപ്പ് സൗണ്ട് ഇടേണ്ടി വന്ന സീസൺ ഇതാണെന്ന് തോന്നിയിട്ടുണ്ടോ? ബീപ്പ് സൗണ്ടുകൾ തീർച്ചയായിട്ടും. കാര്യം ബീപ്പ് സൗണ്ടിനെ കാട്ടിയും ഇതുവരെ ഒരു സീസണിലും ഇല്ലാത്ത ആരോപണങ്ങളും ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടർ അസാസിൻ ചെയ്ത സീസണാണിത്. അതായത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എങ്ങനെ താറടിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അവരെ പ്രേക്ഷകരുടെ മുന്നിൽ താഴോട്ട് എങ്ങനെയാക്കാം, അല്ലെങ്കിൽ എൻ്റെ ഗെയിം ബെറ്റർ ആക്കുന്നതിനെക്കാട്ടിയും മറ്റ് ആൾക്കാരെ എങ്ങനെ ഞാൻ താഴ്ത്തിക്കെട്ടാമെന്ന് കണ്ടസ്റ്റൻസിൻ്റെ ആ ഒരു ഗെയിം പാറ്റേൺ ആണ്. അത് എനിക്ക് തോന്നുന്നു ആദ്യം തുടങ്ങിയത് അനുവിൻ്റെ ആ പുതപ്പ് വിഷയമാണ് തുടങ്ങിയത്. അത് തന്നെ ഒരു നാണക്കെട്ട ഒരു പരിപാടിയായിരുന്നു. ഞാനത് ഭയങ്കരമായിട്ട് പ്രതികരിച്ചായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ലാലേട്ടൻ അന്ന് ചെറിയൊരു എന്തെങ്കിലും ഒരു യെല്ലോ കാർഡോ എന്തെങ്കിലും, പക്ഷേ കാർഡില്ലാത്തൊരു സീസണാണിത്, കാർഡില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം യെല്ലോ കാർഡോ എന്തെങ്കിലും ഒന്ന് കൊടുത്തിരുന്നുവെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവില്ലായിരുന്നു. പക്ഷേ എന്തെന്ന് വെച്ചാൽ അത് തന്നെ ഒരു തന്ത്രമാക്കി എടുത്ത് എല്ലാ ആഴ്ചയിലും ലാലേട്ടന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറേ കുൽസിത കഥകൾ ഉണ്ടാക്കി വെക്കും കണ്ടസ്റ്റൻസ്. ഗെയിമിനെക്കാട്ടിയും കൂടുതൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിഹരിക്കാൻ വരുന്ന ഒരാളായി മാറി ലാലേട്ടൻ. ശരി, ഇപ്പോൾ താങ്കളുടെ ബിഗ് ബോസ് റിവ്യൂ കാണുന്നതിൽ കണ്ട കുറേ കമന്റ് ഉണ്ട്. താങ്കൾക്ക് ഫേവറിസം ഉണ്ട്, അല്ലെങ്കിൽ താങ്കൾ ചില ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നൊക്കെ കമന്റുകൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫേവറിസം കാണിക്കുന്നുണ്ടോ വീഡിയോയിൽ? ഫേവറിസം അല്ല, PR എന്നൊക്കെ പറയും. ഫേവറിസം എന്ന് പറയും, PR എന്ന് പറയും. പക്ഷെ PR ഇതുവരെ ആരാണെന്ന് ക്ലിയർ ആയിട്ട് കമന്റ് സെക്ഷനിൽ പറയാൻ പറ്റിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓരോ എപ്പിസോഡും കണ്ട് അതാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഇന്നൊരാളുടെ ഗെയിം നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ നാളെ സെയിം ആളുടെ ഗെയിം പോസിറ്റീവ് ആവും. അപ്പം ഇന്ന് ഞാൻ നെഗറ്റീവ് ഒരാളുടെ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ആൾ പറയും, ഓ ഞാൻ മറ്റാളുടെ PR ആണ്, അതാണ് ഞാൻ ഇയാളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞത്. അടുത്ത ദിവസം ഞാൻ ഇയാളെക്കുറിച്ച് പോസിറ്റീവ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഇവർ മറ്റാളുടെ ആളാണ്. അപ്പോൾ ഇന്ന് വരെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആളുടെ. പക്ഷെ ശരിക്കും
പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും PR ആണ്. അടുത്ത എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും PR ഞാനാണ് ചെയ്യുന്നത്. അവരെ പബ്ലിക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഇപ്പം എനിക്കെതിരെ എത്ര വീഡിയോസ് വന്നാലും എത്ര ആർമിക്കാർ അറ്റാക്ക് വന്നാലും അവരുടെ പോസിറ്റീവ് നെഗറ്റീവ്സും ഗെയിമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞേ പറ്റും. ഞാനിപ്പോൾ അവരെ പേഴ്സണലായിട്ടല്ലല്ലോ പോകുന്നത്, അവരുടെ ഗെയിമിനല്ലേ അനലൈസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒരിക്കലും അത് പേഴ്സണലായിട്ട് പോകാൻ പറ്റില്ല. പേഴ്സണലായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഈ സീസൺ റിവ്യൂ ചെയ്യാൻ പറ്റൂല. മനസ്സിലായി? അപ്പം നല്ലത് കാണണമെങ്കിൽ നല്ലത് പറയും, മോശം കാണണമെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞേ പറ്റുള്ളൂ. കാര്യം എല്ലാ ഓഡിയൻസും നമുക്ക് എന്നെ കാണുകയാണ്, എല്ലാവരുടെ ഫാൻസും കാണുകയാണ്. മനസ്സിലായില്ലേ? തീർച്ചയായും നമ്മളിപ്പോൾ പറഞ്ഞ PR തന്നെയാണ് ആ ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും ഉള്ള സംസാര വിഷയം. യഥാർത്ഥത്തിൽ ഒരു PR കൊണ്ട് ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഏറ്റവും പ്രധാനമായി 16 ലക്ഷത്തിന്റെ PR കണക്കൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഉണ്ടോ യഥാർത്ഥത്തിൽ? ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ഗോൾ അടിച്ച സീസണാണിത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ നമുക്കൊക്കെ മനസ്സിലാവും, ഇപ്പം റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും PR ആർക്കൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. കാര്യം നമുക്ക് കിട്ടുന്ന അറ്റാക്ക് ആ കമന്റ് സെക്ഷനിൽ ഫാൻസിന്റെ കമന്റ്സ് ആണോ, PR-ന്റെ കമന്റ്സ് ആണോ, ജെനുവിൻ ഓഡിയൻസിന്റെ കമന്റ്സ് ആണോ എന്നൊക്കെ നമുക്ക് സീസൺ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഏകദേശം ഒരു 30 ദിവസം കഴിയുമ്പോഴാണ് ഒരു പണി തുടങ്ങുന്നത്. PR-കാർ കമന്റിന്റെ മാറ്റം വരും, കമന്റ്സിനകത്ത് പാറ്റേൺ തന്നെ മാറ്റം വരും, ഓഡിയൻസ് അങ്ങ് മാറും, പ്രേക്ഷകർ അങ്ങ് മാറിയിട്ട് ഇവരുടെ കമന്റ്സ് വരും. ആ കാര്യം പ്രേക്ഷകർക്ക് കമന്റ് ചെയ്യാൻ ഒരു പേടിയാണ്. പിന്നെ എന്നോടത്ത് എല്ലാവരും വന്ന് പറയും, ചേച്ചി കമന്റ് ചെയ്യാൻ പേടിയാണ്, കാര്യം ഒന്നുകിൽ ചീത്ത വിളിച്ചിട്ട് നമ്മളങ്ങ് ഇതാക്കി കളയും, നമുക്ക് കമന്റ് ചെയ്യരുതെന്നുള്ളത്. അപ്പോൾ ഇവരുടെ കമന്റ്സ് ആണ് പിന്നെ നിറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ PR-കളാണോ ഇത് ഫാൻസ് ആണോ, ഏത് ടൈപ്പാണ്, ഇത് ശക്തമായ PR ആണോ എന്നൊക്കെ മനസ്സിലാവും. അപ്പം ഞാൻ ഇരുന്നിട്ട് പറയും PR-കൾ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറയലുണ്ട്. പക്ഷേ ഞാൻ എത്രത്തോളം ഇരുന്ന് പറയണം? എനിക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ ഒരാൾ മാത്രം ഇരുന്നിട്ട് PR ഉണ്ട്, PR-കൾ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്ര ഓഡിയൻസിലെത്തും? എൻ്റെ ഓഡിയൻസിലേക്ക് മാത്രമേ എത്തുള്ളൂ. പക്ഷേ ഇത്തവണ ബിഗ് ബോസ് മലയാളികൾക്ക് മൊത്തം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് PR ഉണ്ടെന്നുള്ളത്. അത് ബിഗ് ബോസ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, അപ്പോൾ അവിടെ ഒരു സംശയം, ഈ 16 ലക്ഷത്തിന് PR എടുത്ത ആളാണ് അനുമോൾ എന്ന് പറയുന്നത് ബിന്നിയാണ്. യഥാർത്ഥത്തിൽ അനുമോൾ 16 ലക്ഷത്തിന് PR എടുത്തിട്ടാണോ വന്നത്? ഒരു പിടിയുമില്ല, അതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഈ കണക്ക് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. പക്ഷെ നമുക്കറിയില്ലല്ലോ, തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല, നമുക്ക് അറിയത്തുമില്ല. പക്ഷേ അവിടെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പൊട്ടിച്ചത് ഈ അനുമോളുടെ കേസാണ് പൊട്ടിച്ചത്. 16 ലക്ഷം എന്ന് പറഞ്ഞ് പൊട്ടിച്ചത് ബിന്നിയാണത് പൊട്ടിച്ചത്. പക്ഷേ അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു എല്ലാവർക്കും PR ഉണ്ട്, പിന്നെ PR-ക്ക് അങ്ങനെ അതിനൊരു നിസ്സാരവൽക്കരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമൊന്നും അല്ല അത്. പക്ഷെ നാണം കെട്ട പരിപാടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കളിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കളിക്കുക. നെഗറ്റീവ് ആയിക്കോട്ടെ, നമ്മൾ കളിക്കുന്നതിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആയിക്കോട്ടെ, അത് ലാലേട്ടൻ വരും ശരിയാക്കും, നമ്മളത് പോസിറ്റീവ് ആക്കുക, അടുത്ത ഗെയിമിൽ ശരിയാക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ കളിക്കുന്ന എല്ലാ തെറ്റുകളെയും പുറത്തിരുന്ന് വൈറ്റ് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കൂടുതൽ തലവേദന എന്ന് ഞാൻ പറയുക PR എടുത്തവരുടെ കാര്യം. ഇവർ കളിക്കുന്നത് നെഗറ്റീവായിട്ട് കളിച്ചിട്ട് ഇവരെ പുറത്ത് ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഏകദേശം മനസ്സിലായി, PR-കളെ കുറിച്ചൊക്കെ ധാരണ വന്നു കഴിഞ്ഞു. കാര്യം ലാലേട്ടൻ തന്നെ എക്സ്പോസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവർ ചെയ്ത തെറ്റുകളെ ഓഡിയൻസ് കാണുകയാണ്. ഇതെല്ലാം ഓഡിയൻസിന് കമൻ്റൊക്കെ വായിക്കുന്നുണ്ട്. ഓഡിയൻസ് ഈ PR പല ടൈപ്പിലുണ്ട്. വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പൈസ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. യൂട്യൂബ് വീഡിയോസ്, പോസ്റ്റുകൾ, ഇൻസ്റ്റാ റീൽസ്, ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ സാധാരണ ഓഡിയൻസ് കാണുകയാണ്. അപ്പോൾ ഇവരൊരു വലിയ തെറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ ബിഗ് ബോസിനകത്ത്. സോ ഈ PR ഇരുന്ന് ഇതിനെ വെളുപ്പിക്കും, അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ ഇവരാണ് കാരണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഓഡിയൻസ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഈ സീസൺ നമ്മൾ ഫെയിമിന് വേണ്ടിയിട്ടും ആൾക്കാരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടും ആണ് നമ്മൾ ഈ ബിഗ് ബോസിലേക്ക് വരുന്നത് അൾട്ടിമേറ്റ്ലി. അപ്പം അത് ഈ ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടസ്റ്റൻസ് ആണ് നാണം കെടുന്നത്. കാര്യം ഇവർ ചെയ്യുന്ന തെറ്റുകളെയൊക്കെ വൈറ്റ് വാഷ് ചെയ്തിട്ട് അതിനെ ഇതാക്കും. അപ്പം തെറ്റ് നമ്മൾ സമ്മതിച്ച് ഓക്കെ തെറ്റാണ്, ഇനി അത് ശരിയാക്കി വരുമ്പോൾ ഓഡിയൻസിന് തന്നെ ഇഷ്ടം വരും. ഇതങ്ങനെയല്ല, അത് തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ അത് കൂടുതൽ നെഗറ്റീവായി പോകുന്നത്. ശരി, ഇതുവരെയുള്ള സീസണിലൊക്കെ ഏറ്റവും മോശം സീസൺ ഇതാണെന്നാണ് പൊതുവേ ആളുകളുടെ ഒരു വിമർശനം. നമ്മൾ ഏത് ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും അതിൽ കമന്റ് വരുന്നത് ഇതൊരു മോശം സീസൺ ആണ് എന്നാണ്. ഒരു റിവ്യൂവർ എന്ന നിലയിൽ താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതൊരു മോശമാണ് ഇതുവരെയുള്ള സീസൺ എടുത്ത് നോക്കുന്ന സമയത്ത്? കണ്ടസ്റ്റൻസിന്റെ ഗെയിം പാറ്റേണും അവർ ഈ പേഴ്സണൽ ആയിട്ട് കളിക്കുന്നതിലാണ് ഈ സീസൺ അങ്ങോട്ട് താഴോട്ട് പോയത്. കാര്യം അവർ ഈ സീസൺ ഏത് സീസൺ ആണെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആണ് ജനങ്ങൾക്ക് വേണ്ടത്, പ്രേക്ഷകർക്ക് വേണ്ടത് എൻ്റർടൈൻമെൻ്റ് ആണ്. അവർക്ക് കണ്ടുകൊണ്ടിരിക്കണം, അവർക്ക് രസിക്കണം ഇത് കണ്ടിട്ട്. അപ്പോൾ ആ ഫാക്ടർ ഈ സീസണിൽ കുറവാണ്. കാര്യം ഇവർ ഒരു കാര്യം തന്നെ ഇപ്പോൾ ഈവൻ ചില കണ്ടസ്റ്റൻസ് പണ്ട് നടന്ന അതായത് ഡേ 1 തുടങ്ങിയുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കുക മനസ്സിൽ. എന്നിട്ട് അത് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വഴക്കുണ്ടാക്കുന്നത്. അയ്യോ നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, പലതും പേഴ്സണൽ. പിന്നെ ആരോപണങ്ങൾ, എന്നെ ഒരു
ടാസ്ക് നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ ദേഹത്ത് തൊട്ടു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനത്തെ ഉള്ള ഒരു വിമൺ കാർഡ് ഇറക്കുക. പിന്നെ അത് മാത്രമല്ല ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ദേഷ്യം, ഒരു നോമിനേഷൻ വരുമ്പോഴും ഗെയിമായിട്ട് എടുക്കാതെ ഇവർ പേഴ്സണലി പോവുകയാണ്. ഭയങ്കരമായ ഒരു ദേഷ്യം ഇവരുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. അപ്പോൾ അത് രസിപ്പിക്കുന്നതിനെക്കാട്ടിയും ഓഡിയൻസിന് ഒരു വിഷമം ഉണ്ടാക്കുന്നു. ഇതെന്തുവാ ഇത്, ഒരു നെഗറ്റീവ് ഫീല് വരുന്നു, എന്തുവാ ഇത്, ഗെയിം അല്ല, ഇത് പേഴ്സണലാണ്. അങ്ങനെ ഇവർ പക്ഷെ ലാലേട്ടൻ എല്ലാ വീക്കെൻഡിലും വന്നിട്ട് ഇവരോട് പറയുന്ന കാര്യമാണ്, ദയവേത് നിങ്ങൾ ഗെയിം കളിക്കുക, അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ത്തിക്കെട്ടല്ല വേണ്ടത്, ഗെയിം കളിച്ച് സ്വന്തം ഗെയിമിനെ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ള സംഭവം ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ചയും പറയുന്നു, എല്ലാ ആഴ്ചയും വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കത് പിന്നെയും ഇവർ നോമിനേഷൻ വരുമ്പോൾ പിന്നെയും ഇവർക്ക് ദേഷ്യത്തിലേക്കാണ് പോകുന്നത് ഇവർ. ശരി. ഇപ്പം കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന സിജു ആണ് ഈ വോട്ടിനെ കുറിച്ച് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? കാരണം ഒരൊറ്റ ദിവസം പോലും ഡൗൺ ആയി കളിച്ചു കഴിഞ്ഞാൽ ഈ വോട്ടിൽ ഡിഫറൻസ് വരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് വോട്ടിനെ കുറിച്ചിട്ട് ഒരു പിടിയില്ല, കാര്യം എനിക്ക് അറിയാത്ത വിഷയം ഞാൻ പറയാൻ നിൽക്കില്ല. പക്ഷേ ഈ സീസണിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കണ്ടസ്റ്റൻസിൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നത് പെട്ടെന്ന്. അതായത് കഴിഞ്ഞ ആഴ്ച വരെ പോട്ടെ, ഇന്നലെ വരെ കുറച്ചും താഴ്ന്നു നിന്ന ആൾ പെട്ടെന്ന് തന്നെ അങ്ങ് കയറുന്നു. കാര്യം ഇവിടെ ഒരു കൺസിസ്റ്റൻസി ഇല്ല ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിന്. എല്ലാവരും ഉയർന്ന് താഴ്ന്നു നിൽക്കുക, എല്ലാവർക്കും കുറവുകളുണ്ട്. പിന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്ട്രോങ് പ്ലെയർ, സൂപ്പർ ഗെയിമർ എന്ന് പറയാൻ ഈ സീസണിൽ ആരുമില്ല. മനസ്സിലായില്ലേ? അയ്യോ ഇയാളാണ് വിന്നർ, ഇതാണ് നമ്മുടെ ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 5. വേണമെങ്കിൽ ഫാൻസ് വെച്ചിട്ട് പറയാം, ഇവർക്കൊക്കെ ഫാൻസ് ഉണ്ട്. ഈ ആദ്യത്തെ മാസം ഒരു 3 ആഴ്ച കൊണ്ട് കുറച്ച് ഫാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പം PR ആവാം, എന്തും ആവാം. അത് വെച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി ഫാൻസ് ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അതിനകത്ത്. സീസൺ ബിഗ് ബോസിന് മുന്നേ തന്നെ അവരൊക്കെ വെച്ചിട്ട് ഈ ആദ്യം തുടങ്ങിയ സമയത്ത് ഒരു 3-4 പേർക്ക് കുറച്ച് ഫാൻസ് ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇനി പിന്നെ ഇവരെ ഓറിയൻറ്റ് ചെയ്താണ് പിന്നെ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാണ്ട് ഒരു സൂപ്പർ ഗെയിമർ വാവ് എന്ന് പറഞ്ഞ് ഡേ 1 തൊട്ട്, അല്ലെങ്കിൽ ഡേ 1 വേണ്ട, ഒരു ഡേ 30 തൊട്ട് ഇപ്പോൾ വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സൂപ്പറായിട്ട് കളിക്കുന്ന എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമർ ഈ സീസണിൽ ഇല്ല. ഇയാളാണ് വിന്നർ, ഇയാളാണെന്ന് പറയാൻ അങ്ങനെയാണ്. ഒരാൾ ഒന്ന് താഴും, ഒരാൾ പൊങ്ങും. ഒരാളുടെ ഗ്രാഫ് നല്ലതായിരിക്കും, അടുത്ത ദിവസം തന്നെ താഴും. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അതാണ് ഈ സീസണിൻ്റെ അനിശ്ചിതത്വം എന്ന് പറയുന്നത്. അതായത് ആരാണ് ഈവൻ ടോപ്പ് 3 പോലും പോട്ടെ, ടോപ്പ് 5 പോലും ഇപ്പോഴും ആരൊക്കെ ഉണ്ടാവും നമുക്കറിയില്ല. കാര്യം ആരെങ്കിലും വേണമെങ്കിൽ ഔട്ടായി പോവാം, ആരായാലും ഔട്ടായി പോകുന്നുള്ള ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു 20 ദിവസം 25 ദിവസം കൂടെ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് ടോപ്പ് 3 കറക്റ്റ് ആരായിരിക്കും ഇപ്പോഴും അറിയില്ല. കാര്യം നാളെ ഈ ആഴ്ച മോശമായിട്ട് കളിച്ച അയാൾ തീർന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ, നല്ല ഫാൻസ് ഉള്ള ആൾ പോലും മോശമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഗ്രാഫ് പോയി, ചിലപ്പോൾ അയാൾ ടോപ്പ് 3 തന്നെ പുറത്താവും. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. എന്നാലും ആരാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആ ടോപ്പ് 5 ആര് വരുന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ഫാൻസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലാണ്ട് എനിക്ക് ഞാൻ പോള് പോലും ഇടില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ. കാര്യം ഞാൻ എല്ലാം വന്ന് ഫാൻസുകാരാണ് പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പോളും അവിടെ ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്ന വോട്ടും തമ്മിൽ നല്ല വ്യത്യാസമാണ്. നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഇടുന്ന പോൾസ്, ഹോട്ട്സ്റ്റാർ വോട്ട്സ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ചിലവർ ക്യൂട്ട്നെസ് കണ്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലവർ ഇഷ്ടം തോന്നി അയ്യോ പാവം മോള് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഒറ്റയാന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും, പിന്നെ മാസ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും. സോ നമുക്ക് ഇവരുടെ വോട്ടിംഗ് പാറ്റേൺ ഇപ്പോഴും അറിയില്ല, അത് ഹോട്ട്സ്റ്റാറിന് മാത്രമേ അറിയുള്ളൂ. എന്നാലും ഇപ്പം നമുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ടോപ്പ് 5 ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം കറൻലി നിൽക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് അനീഷ് ഉണ്ട്, ഷാനവാസ് ഉണ്ട്, അനു ഉണ്ട്, അക്ബർ ഉണ്ട്, ആര്യനുണ്ട്. ഇവരെല്ലാവരും കളിക്കുന്ന ആൾക്കാരാണ്. ആദിലും നൂറയിലും ഒരാളുണ്ടാവും. ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനകത്തുള്ള കുറച്ച് പേരൊക്കെ ടോപ്പ് 5, ഇതിനകത്തുനിന്ന് ഇത്രയും പേരേ ഉള്ളൂ, എന്നാലും ഇവരൊക്കെ ടോപ്പ് 5 വരാൻ ചാൻസ് ഉണ്ട്. ശരി. ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ഈ അടുത്ത് നമ്മൾ കേട്ടത് അനു എന്നുള്ള കണ്ടസ്റ്റന്റിനെ പറ്റിയുള്ള ഈ കുലസ്ത്രീ പരാമർശം, അക്ബറുമായിട്ടുള്ള വഴക്ക്, ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ, പിന്നെ വുമൺ കാർഡ് ഇറക്കുക, ഇതുകൊണ്ടൊക്കെ ഒരു വിന്നർ ആവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അനു ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ചെയ്യുന്നത്. അതാണ് അനുവിൻ്റെ ഇവിടെ ഒരു നെഗറ്റീവ് വരാനുള്ള കാരണം. അനു തുടക്കമേ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അനുവിൻ്റെ ഗെയിം പാറ്റേണേ ഇതാണ്. അനുവിൻ്റെ ഗെയിമിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അടുക്കളയിലുള്ള വഴക്കുകൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് പുതപ്പ്, പിന്നെ ഇതുപോലത്തെ ആരോപണങ്ങൾ, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് അനുവിൻ്റെ കണ്ടന്റായിട്ട് വരുന്നത്. അനു ഇത് രണ്ടും മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അനു എൻ്റർടൈൻമെൻറ്റ് മാത്രം പോയിരുന്നെങ്കിൽ അനു സൂപ്പറായിട്ട് വന്നേനെ. കാര്യം അനുവിന് വേറെ ഒന്നും. പക്ഷേ അനുവിന് ഈ ഒരു തുടക്കം തൊട്ടേ അനു ഈ പുതപ്പ് വിഷയം എടുത്തപ്പോഴും ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് എടുത്തിരുന്നു. പക്ഷേ എന്നാലും അനുവിന് നല്ല ഫാൻസ് ഉണ്ട്, നല്ല സപ്പോർട്ടുള്ളത് കാരണം ഈ പുതപ്പ് വിഷയത്തിൽ ഓപ്പോസിറ്റ് നിന്ന് ആര്യനും ജിസേലിനും ഫാൻസ് ഉണ്ട്. പക്ഷേ അവരോടും ദേഷ്യം ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്ത് വന്ന് ഇപ്പോൾ 75ാമത്തെ ദിവസവും ഇത് തന്നെ ആരോപണമായിട്ട് എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് അടിച്ചു. ഇതെന്താ ഇത് തന്നെ ഉള്ളോ
ഇത് തന്നെ ഈ പുള്ളിക്കാരിയുടെ ഗെയിം, ഇത് മാത്രമേ ഉള്ളൂ ഈ പുള്ളിക്കാരിക്ക് പറയാൻ എന്ന്. ആദ്യമൊക്കെ ആൾക്കാർ ഇച്ചിരി ഒന്ന് ഓക്കെ കുഴപ്പമില്ല പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വന്നപ്പോഴത്തേക്കും ഈ സീസണിൻ്റെ വേറൊരു പ്രത്യേകത, എല്ലാവരും എക്സ്പോസ് ആയി കേട്ടോ. എല്ലാവരുടെ ഗെയിമും എക്സ്പോസ് ആയില്ല. ലാലേട്ടൻ എക്സ്പോസ് ആക്കി കൊടുത്തു, നമുക്കും ഇപ്പോൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുവിൻ്റെ ഗെയിമും അതിനകത്ത് എക്സ്പോസ് ആയിട്ടുണ്ട്. അപ്പം ആൾക്കാർ പറയും ഇതെന്തോ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ എന്ന്. അതായത് വേറെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അനുവിൻ്റെ അടുത്തുനിന്ന് എൻ്റർടൈൻമെൻ്റ് ആണ്. കാര്യം അനു എങ്ങനെയായിരുന്നോ പുറത്ത് മറ്റ് പരിപാടികളിൽ അതേപോലത്തെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ, ഈ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ വരുമ്പോൾ അനുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഉദാഹരണത്തിന് ഡാൻസ് മാരത്തോണിൽ അനു ആയിരുന്നു ഏറ്റവും എനിക്ക് അതിനകത്ത് എടുത്തു പറഞ്ഞാൽ ഞാൻ അനുവിനെയാണ്. കാര്യം അനു എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നു, എല്ലാവർക്കും വേണ്ടി മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നു, അതുപോലെ സ്വന്തമായിട്ട് തന്നെ നന്നായിട്ട് കളിച്ചു. അപ്പം അതൊക്കെയാണ് അവിടെ പോസിറ്റീവ് ആവുകയാണ് അനു. പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ അനുവിന് ആരും സപ്പോർട്ട് ചെയ്യില്ല. കാര്യം അനു സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കാർഡായത്. അപ്പോൾ ആൾക്കാർക്കൊരു മടുപ്പ്, എന്തിനാണ് ഇത് എടുത്തിടുന്നത്, ഇത് ആവശ്യമില്ല, ഈ കുട്ടിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, പിന്നെ എന്തിനിടുന്നു എന്നുള്ളത്. അതാണ് അനുവിൻ്റെ ഒരു നെഗറ്റീവായിട്ട്. ഇപ്പോൾ ഈ വിമൻ കാർഡും കൂടെ ഇറക്കിയപ്പോൾ അത് നെഗറ്റീവ് ആവാനുള്ള കാരണം ഇതാണ്. ഫസ്റ്റ് ടൈം അല്ല, അതുകൊണ്ടാണ്. ഈ ബിഗ് ബോസ് ഓരോ ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ അത് കുളമാക്കാൻ റദ്ദാക്കാനൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ആളുകൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാര്യം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സീസണിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ക്കുക എന്നുള്ളൊരു ഗ്രേസ്ഫുൾ ഗെയിം അല്ല അവർ കളിക്കുന്നത്. എന്ത് ടാസ്ക് കൊടുത്താലും അതിൻ്റെ ഗ്രേസ് അവർ കളയും. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ഭംഗി ഉണ്ടാവും ഒരു ടാസ്കിന്. ഓക്കെ, അതിങ്ങനെ തുടങ്ങുന്നു, എത്തുന്നു, ഫിനിഷ് ആവുന്നു, അപ്പോൾ അതിനൊരു അപ്പോൾ നമ്മൾ തന്നെ കൈയടിക്കും സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ആര് വേണമെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. അതിൽ ആർക്ക് വേണമെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാം, ആർക്ക് മോശമായിട്ട് പെർഫോം ചെയ്യാം. പക്ഷേ ഈ സീസണിൻ്റെ പ്രത്യേകത, ഞാൻ പെർഫോം ചെയ്യുന്നില്ല, സോ അയാൾ ചെയ്യണ്ട, എനിക്ക് കിട്ടിയില്ല, സോ അയാൾക്കും കിട്ടണ്ട എന്നൊരു സംഭവം ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് അത് ലാലേട്ടൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ നീ ചെയ്തത് ശരിയല്ല, അങ്ങനെ അതെ, ഞാൻ നന്നായിട്ട് ചെയ്തില്ല, പക്ഷെ നീ ചെയ്തത് വലിയ ശരിയൊന്നുമല്ല, നീയും കൊള്ളൂല എന്നുള്ള സംഭവം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇവർക്കും കൂടെയാണ് അത് മോശം. അതുകൊണ്ടാണ് ജനറലി കണ്ടസ്റ്റൻസിനെ വലിയൊരു മതിപ്പ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇല്ലാത്തത്. ശരി, എനിക്ക് തോന്നുന്നു ഈ രണ്ട് കപ്പിൾസ് ഉണ്ടല്ലോ, ആദിലയും നൂറയും, മലയാളികൾ ഇപ്പോൾ ഇരുകൈ നീട്ടി ഏറ്റെടുത്ത രണ്ട് പേരാണവർ. അതിൽ ഒരാൾ ഉടൻ തന്നെ പുറത്തു പോകുന്നുള്ളൊരു വലിയ കമൻസ് ഇങ്ങനെ കാണുന്നുണ്ട്. ഏതൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എടുത്താലും അല്ലെങ്കിൽ ആ സീസൺ കാണുകയാണെങ്കിൽ പോലും അതിൽ നമുക്ക് അങ്ങനെ ഒരു സൂചന കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാകുമോ? അതിൽ എപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു വിചാരം ഉള്ളത് കൊണ്ട് ഏടിൻ്റെ പണി കൊടുക്കുന്ന ബിഗ് ബോസ് അത് ഇത്തവണ ചെയ്യാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഇപ്പം അടുക്കയല്ലേ, കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ. ഇപ്പം എന്തായാലും ആദിലയും നൂറയും ഇവിടം വരെ എത്തിയില്ലേ, അത് തന്നെ വലിയൊരു കാര്യമാണ്. ബിക്കോസ് അവർ കളിക്കുന്നുണ്ട്, അവരൊരു പകുതിക്ക് ശേഷം കളിച്ചു തുടങ്ങിയ ആൾക്കാരാണ്. ആദ്യത്തെ ഒരു മാസമൊക്കെ അവർ പക്കാ സേഫ് സോണിലായിരുന്നു. അവർ ആ നിവിൻ്റെ കേസ് വന്ന് തുടങ്ങിയപ്പോഴാണ് അവർ കളിച്ച് തുടങ്ങിയത്, ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് നൂറയും ആദിലയും രണ്ടുപേരും ഒരുപോലെ നിന്നു. പക്ഷേ ആദിലയാണ് ഇപ്പം കുറച്ചും കൂടെ മുന്നിൽ നിന്ന് കളിക്കുന്നത്, കുറച്ചും കൂടെ സ്വന്തം നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും രണ്ടും കാണിച്ചു നിന്ന് കളിക്കുന്നത് ആദിലയാണ്. നൂറ ഗെയിം വൈസ് ഒന്നും മിണ്ടാതിരിക്കുന്ന ആളാണ്, പക്ഷേ എക്സ്പ്രസ് ചെയ്യലുണ്ട്. പക്ഷേ ആദിലയുടെ എക്സ്പ്രഷനാണ് കൂടുതലും. അപ്പോൾ ആദില തന്നെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടായികയും രണ്ടും ആദിലേക്കാണ്. അപ്പം ഇതിനകത്ത് ആദില വിചാരിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ പൊക്കോളാം, കാര്യം എന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല, നൂറ നീ ഇവിടെ നിന്നോളാൻ, അങ്ങനെയാണ് ആദില അവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? ആൾക്കാർക്ക് പുറത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആദിലേക്ക് കൂടുതൽ ഫാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. പുറത്ത് ഫാൻസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ആദിലയുടെ ഗെയിമിനെ കണ്ടിട്ട്, പിന്നെ നൂറയുടെ ക്യൂട്ട്നെസ് കണ്ടിട്ട് വോട്ട് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടാ, പറയാൻ പറ്റത്തില്ല. അതെ, ഇപ്പോൾ ഈ ഒന്നെങ്കിൽ ഈ കോംബോ പിടിക്കുക, അതല്ലെങ്കിൽ കോംബോ പിടിച്ചതിന് ശേഷം എന്നെ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സ്ട്രാറ്റജി പിടിക്കൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ ഗെയിമിനൊന്നും വലിയ പ്രാധാന്യം ഇല്ല എന്നുള്ളൊരു അങ്ങനെ തോന്നുന്നുണ്ടോ ഈ സീസണിൽ? അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തിപരമാണെന്ന്. അതായത് ഗെയിം അല്ല, നീ എന്നെ ചതിച്ചു, ആദ്യം ഒന്ന് കോംബോ കൂടിയിട്ട് ഇതിനകത്ത് രണ്ടുപേരും കണക്കായിരിക്കും, രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഫേക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഗെയിമിൻ്റെ ഇതുകൊണ്ടായിരിക്കാം, ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ടായിരിക്കും ഫ്രണ്ട്സ്. ഇതിനകത്ത് ഫുൾ ഗെയിം ആയിരിക്കില്ല, കാര്യം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമൊക്കെ കുറവായിരിക്കും. നമ്മളിവിടെ കാണുന്ന പോലെയല്ല അകത്ത്. അവർക്ക് തന്നെ ഡൗട്ടായിരിക്കും, ഈശ്വര ഇയാൾ എന്നെ ശരിക്കും എൻ്റെ ഫ്രണ്ടാണോ വെറും ഗെയിമാണോ എന്ന് വിശ്വാസക്കേട് നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇവർ കോംബോ പിടിക്കും. പക്ഷേ ഇവർ കോംബോ പിടിക്കും, വെറുതെ കയറി കോംബോ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേക്ഷകരുടെ മുന്നിൽ ഇട്ട് തരികയാണ്, ഞാനാണ് റിയൽ, ഇയാളാണ് ഫേക്ക്, ഞാനാണ് നല്ലത്, ഇയാളാണ് ഫേക്ക്. ആ രീതിയിലുള്ള ഗെയിം അവിടെ എല്ലാവരും കളിക്കുന്നുണ്ട്. എല്ലാ കോമ്പോസും കളിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇയാൾ എന്നെ ചതിച്ചു, അപ്പോൾ ഉടനെ ഇപ്പം ഷാനവാസ് ആദില നൂറയാണെങ്കിൽ അവർ രണ്ടുപേരും എനിക്ക് രണ്ട് കോംബോ, അതായത് അവർ പെങ്ങളുകുട്ടി ചേട്ടച്ചൻ കോമ്പോ, അവർ രണ്ടുപേരും ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദില നൂറ അത് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യും ഷാനവാസിന് എഗൻസ്റ്റ് ആയിട്ട്. അപ്പം ആദില ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാനവാസിനെ കുറേ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ കുറ്റങ്ങൾ ഷാനവാസിന് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇൻഫാക്ട് ഷാനവാസും പറയുന്നുണ്ട്, പക്ഷേ
ഷാനവാസ് കുറവാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ നെഞ്ചത്ത് കൊണ്ട് നടന്ന എൻ്റെ കുട്ടികളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ രണ്ടുപേരും ഇവിടെ ഞാൻ നന്നായിട്ട് നോക്കിയതാണ്, പക്ഷെ അവരാണ് എന്നെ ചതിച്ചത്, ഞാൻ നല്ലതായിരുന്നു പക്ഷെ അവരാണ് എന്നെ ചതിച്ചത് എന്ന് ഓഡിയൻസിന് ഇട്ടുകൊടുക്കുക. ഈ ഒരു സംഭവം ഉണ്ട്. അത് കാരണവും ഈ ഗെയിമും നമുക്കതൊന്നും അല്ല വേണ്ടത്. ഒന്നെങ്കിൽ കോംബോ പിടിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾ വിശ്വസിച്ച് കോംബോയിൽ മുന്നേറുക. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് പിരിയാൻ തോന്നുന്നത് പിരിഞ്ഞോളൂ. ഇതല്ലാണ്ട് നീ ഫേക്കാണ്. അതുപോലെ തന്നെ അനീഷ് ഷാനവാസ് കോംബോ എപ്പോഴും നോക്കിയാലും ഫ്രണ്ടാവും പിരിയും, ഇന്ന് ഫ്രണ്ടാവും നാളെ പിരിയും, പിന്നെയും ഫ്രണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് എന്തോ ആയി കാണിക്കുന്നതെന്ന് തോന്നിപ്പോവും. ഇപ്പൊ ഇതുവരെ ഈ സീസണിൽ ഇതുവരെ കുറെ പേര് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഔട്ടായതിൽ അവിടെ തുടരാൻ യോഗ്യത ഉണ്ടായിരുന്ന ഒരാളാണ് ഔട്ടായി പോയത് എന്ന് രേവതിക്ക് തോന്നിയത് ആരെയാണ്? അല്ലെങ്കിൽ അയാൾ റിയൽ ഗെയിമർ ആയിരുന്നു, അയാൾ ഔട്ടായി പോയല്ലോ എന്ന് തോന്നിയത് ആരെയാണ്? ഇപ്പം കറന്റ് നമ്മൾ പറയുന്നത് ഷോക്കിംഗ് എവിഷൻ ഞാൻ ജിസേലിനെയാണ് പറയുന്നത്. റിയൽ ഗെയിമർ എന്ന് പറഞ്ഞാൽ ജിസേലിന് ഒരു ഗെയിം ഉണ്ടായിരുന്നു അവിടെ. ജിസേലിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ട്രോങ് മെയിൽ കണ്ടസ്റ്റൻസിനെ കൂടെ നിർത്തി കളിക്കുകയാണ് ജിസേലിൻ്റെ ഗെയിം ആയിരുന്നത്. ആ ഗെയിം പുള്ളിക്കാരി കളിച്ചു പോകായിരുന്നു. അത് പിന്നെ ആര്യൻ്റെ കൂടെയുള്ള ഒരു കോംബോ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഒരു കണ്ടന്റ് ഉണ്ടാക്കുമായിരുന്നു, കോഫിയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട്. സോ അങ്ങനത്തെ കണ്ടന്റുകൾ ഇൻഫാക്ട് ബിഗ് ബോസിലെ മെയിൻ കണ്ടന്റ് ക്രിയേറ്ററിൽ ഒരാൾ ജിസേലും കൂടെ ആയിരുന്നു. ജിസേലും അനുവും കൂടെ ചേരുമ്പോൾ അത് വേറെ തന്നെ ഒരു കണ്ടന്റ് ആയിരുന്നു, വിഷയങ്ങളായിരുന്നു, പൊട്ടിത്തെറിക്കുന്ന വിഷയങ്ങളായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ആദ്യത്തെ 2 മാസവും ജിസേലും അനുവും കൂടെ ഉണ്ടാക്കിയത്. ശരി. ഇപ്പോൾ ഈ മറ്റ് ലാംഗ്വേജിൽ ഇതേ ബിഗ് ബോസ് ഉണ്ടല്ലോ, ഹിന്ദിയിലായിക്കോട്ടെ, തമിഴിലായിക്കോട്ടെ, തെലുങ്കിലായിക്കോട്ടെ, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മലയാളം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മലയാളം സീസൺ ഒരു വേറെ തന്നെ സീസൺ ആട്ടോ. നമുക്ക് ഇവിടുത്തെ ഓഡിയൻസും വേറെയാണ്, കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം പാറ്റേണും വേറെയാണ്. ഈ സീസണിൻ്റെ പ്രത്യേകത, ഈ സീസണിൽ ഹിന്ദിയും തമിഴും പോലെ തന്നെ ഹിന്ദി പോലെ തന്നെ റിയൽ കണ്ടസ്റ്റൻസ് കുറേ ഉണ്ട് കേട്ടോ. അതായത് അവരുടെ നെഗറ്റീവ് വശങ്ങൾ അവർക്ക് കാണിക്കാൻ മടിയില്ല എന്നുള്ള രീതി. സേഫ് ഗെയിമേഴ്സ് ഇച്ചിരി കുറവാണ്. കഴിഞ്ഞ സീസണിലൊക്കെ കുറേ സേഫ് ഗെയിമേഴ്സ് ഉണ്ടായിരുന്നു. ഈ സീസണിൽ ഒരു പോസിറ്റീവ് എനിക്ക് എടുത്ത് പറയാനുള്ളത്, റിയലായിട്ട് ഇതാണ് എൻ്റെ നെഗറ്റീവ് എന്ന് കാണിച്ചു തരുന്നുണ്ട്. അത് കണ്ട ആൾക്കാർ ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ട് അവരെ, പക്ഷേ ഓഡിയൻസിലേക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ എത്തിക്കുന്നുണ്ട് അവർ, കളിക്കാരെ. അതായത് ഇത് ഇങ്ങനെയുണ്ട്. നമുക്ക് എല്ലാം സാധാരണ ഈ മലയാളം ബിഗ് ബോസിൻ്റെ പ്രത്യേകത ഞാൻ ഫേക്ക് അടിച്ച് നിൽക്കും. ഞാൻ നന്മയാണേ, ഞാൻ നല്ല മനുഷ്യനാണ്, ഞാൻ നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്, എന്നിൽ നന്മ വിതറി ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ നന്നായിട്ടാണ് പെരുമാറുന്നത്, ഞാൻ വളരെ സ്ത്രീകളോടൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറായിട്ട് വരും ഇവർ. ശരിക്കും പറഞ്ഞാൽ ഇവർ സാധാരണ ആൾക്കാരെ പോലെയാണ്. പക്ഷേ ഇവരിങ്ങനെ ഒരു ചമയലുണ്ടാവും. ബിഗ് ബോസ് മലയാളത്തിലാണ് ഇത് കൂടുതലും. അത് ആരും കണ്ടുപിടിക്കത്തൊന്നുമില്ല. ലാലേട്ടനും കൂടുതൽ ഇവരെ ബോദർ ചെയ്യാൻ പോകില്ല. അങ്ങനെ ആയിരുന്നു ഇതുവരെ. ഇനി അടുത്ത സീസണിലും ഇതുപോലത്തെ ആൾക്കാർ വരും, ഈ സേഫായിട്ട് നന്മ ചമയുന്ന ആൾക്കാർ. പക്ഷേ ഈ സീസണിൽ അത് കുറവാണ്. ഈ സീസണിൽ ചിലപ്പം ചില ആൾക്കാർക്ക് മാത്രമേ ഈ നന്മ വരുള്ളൂ. ബാക്കി എല്ലാവരും ഉടനെ തന്നെ, ഫോർ എക്സാമ്പിൾ ആര്യനൊക്കെ എൻ്റെ അമ്മേ പക്കാ റിയലാ. അതായത് പുള്ളിക്കാരൻ ഒന്ന് നല്ലത് ചെയ്യും, അതിൻ്റെ അടുത്ത നിമിഷം തന്നെ നെഗറ്റീവ് ആവും. അപ്പോൾ നമ്മളേക്ക് ഈ പയ്യൻ എല്ലാം തൊലയ്ക്കും. കാരണം ഞാൻ പുള്ളിക്കാരൻ എന്താണോ മനസ്സിലുള്ള അത് കാണിക്കും. അപ്പം അത് അയ്യോ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നല്ലതായിട്ട് നിൽക്കാം, അങ്ങനെ നിൽക്കുന്നില്ല. അതിനെനിക്ക് ആര്യൻ്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യം, അതുകൊണ്ടാണ് ആര്യൻ നെഗറ്റീവ് ആവുന്നത്. ആര്യൻ നെഗറ്റീവ് ആവാനുള്ള കാര്യമാണ്. അതുപോലെ ആദിലയും ആ ഒരു നെഗറ്റീവ് സൈഡ് കാണിച്ച് കളിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഷാനവാസ് കാണിച്ച് കളിക്കുന്നുണ്ട്. അതായത് ഷാനവാസ് കാണിക്കുന്നുണ്ടെന്ന്, പക്ഷെ അത് കാണുന്നുണ്ട് ഷാനവാസ് കളിക്കുന്നതായിട്ട്. അതായത് അങ്ങനെ നെഗറ്റീവ് നിവിൻ എന്താ ആടി നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അങ്ങ്. അപ്പം ഞാനാലോചിക്കും, ഈശ്വര ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് ആവില്ലേ? നെഗറ്റീവ് ആവുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നുമില്ല. PR എന്താ, എനിക്കിപ്പോൾ ഒന്നുമില്ല, ഞാൻ കളിക്കും, ഞാൻ പറയാനുള്ള പറയും. ഇങ്ങനെ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണണം മലയാളത്തിൽ. ഇതുവരെ പറഞ്ഞിട്ടില്ല ആരും. എല്ലാവരും മിണ്ടാതെ നിന്ന് അയ്യോ അവൾക്ക് പുറത്ത് PR ഒക്കെ ഉണ്ട്, സോ നന്നായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ അവൾ ഭയങ്കര നല്ല കുട്ടിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഫാൻസ് ഉള്ള ഒരാളാണ്, സോ നന്നായിട്ട് നിൽക്കാം എന്നൊക്കെയാണ് കൂടുതലും ചെയ്യൽ. പക്ഷേ ഇപ്രാവശ്യം കുറേ പേര് അത് മാറ്റി എഴുതി. ശരി. ഇപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട് എന്നെ ട്രോളാൻ മറ്റാരും വേണ്ട, ഞാൻ തന്നെ മതി. അതേപോലെ തന്നെയാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ ഈ സീസണിലെ കണ്ടസ്റ്റൻസിനെ അവർ തന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് കാണാറുണ്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് ഇപ്രാവശ്യത്തെ എഡിറ്റിംഗ് ടീം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് സീസണിനെക്കാട്ടി കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇവരുടെ എഡിറ്റിങ്ങിൻ്റെ ഇതാണ്. കാര്യം ഇവർ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, പ്ലാച്ചിനെയൊക്കെ വെച്ചിട്ട് ഇവർ ചെയ്തേക്കുന്നത് സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം അവിടെ സത്യം പറഞ്ഞാൽ അവിടെ ഒരാളല്ല പ്ലാച്ചി, ജസ്റ്റ് ഒരു പാവയാണ്. പക്ഷെ അതിനകത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് പ്ലാച്ചിനെ മാറ്റി, പ്ലാച്ചി എടുത്ത് പുറത്തെറിഞ്ഞപ്പോൾ പ്ലാച്ചി എവിക്റ്റഡ് എന്നൊക്കെ പറഞ്ഞു വന്നു. അതൊക്കെ ഭയങ്കര കാര്യം. നമുക്ക് ഒന്നാമത് നമ്മൾ ഈ സീസൺ ഇച്ചിരി ഒന്ന് നമുക്ക് ഡൗൺ ആയി വരുന്ന സമയത്തായിരുന്നു ഇവരുടെ എഡിറ്റിംഗ് ടീമാണ് അതിനെ കുറച്ചും കൂടെ കൊണ്ടുവന്നത്. അതിന് അവിടുത്തെ നോൺ ലിവിങ് തിങ്സിനെ വരെ, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വരെ ജീവൻ കൊടുത്തത് എഡിറ്റിംഗ് ടീം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യം. ശരി. ഈ മണി ബോക്സ് ടാക്സിലെ അതിൽ ആര് പൈസ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുന്ന വിചാരിക്കുന്നത്? പണപ്പെട്ടിയുടെ കാര്യത്തിൽ ആദില ഇങ്ങനെ വെച്ചേക്കുകയാണ്. ആദിലേക്കാണ് ആഗ്രഹം.
കാര്യം നേരം അവർക്ക് എല്ലാവർക്കും പൈസയുടെ ആവശ്യങ്ങളുണ്ട്. സോ ആദില ഇവിടെ പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാര്യം അക്ബർ എടുക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പറയുന്നതാ. ആദിലയാണ് മനസ്സിനകത്ത് വിചാരിച്ച് വെച്ചേക്കുന്നത് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകണം, അതുവരെയെങ്കിലും ഇവിടെ നിൽക്കണം എന്നുള്ളത്. പക്ഷെ നിവിൻ്റെ കാര്യത്തിലും നിവിൻ അവിടെ ഉണ്ടെങ്കിൽ നിവിൻ അവിടെ എന്തെങ്കിലും പണി ഒപ്പിക്കും അതിനകത്ത്. ശരി, നമ്മളിപ്പോൾ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു. മോഹൻലാൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ആളുകൾ വരുന്ന ഒരു സീസൺ ആയിട്ട് ഈ സീസൺ മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ തവണ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ. ലാലേട്ടൻ്റെ ഒരു കോസ്റ്റ്യൂമിന് പോലും ഇപ്പോൾ ഭയങ്കര ഫാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തല്ല ഈ ഒരു സീസണിൽ. അതെ, കോസ്റ്റ്യൂമിന് ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്സ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും കൂടെ ഇരുന്നിട്ട് ലാലേട്ടൻ്റെ ഓരോ ആഴ്ചയും നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ജസ്റ്റ് ഒരു ഡിസൈനർ ലാലേട്ടന് ചെയ്തു കൊടുക്കുന്ന കോസ്റ്റ്യൂമാണെന്നൊക്കെ. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഭയങ്കര ഒരു കഥയുണ്ടെന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇന്ന് ലാലേട്ടൻ തീയായിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡ്രാഗണിൻ്റെ ഒരു സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സ് ലാലേട്ടന് ചെയ്യുന്നു. ഓണത്തിൻ്റെ സമയത്ത് ഇന്ന് ലാലേട്ടൻ പൂക്കളമാണല്ലോ, പൂപ്പാട്ടല്ലേ വരാൻ പോകുന്നത്. സോ പൂക്കളിട്ട ഡ്രസ്സ് ഇട്ട് ലാലേട്ടൻ. സോ ഇതൊക്കെ നമുക്ക് ഇന്നലെയാണ് തോന്നുന്നു ആ വീഡിയോ വന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഓക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെ ഉണ്ടോ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ലാലേട്ടൻ്റെ ഓരോ ഡ്രസ്സിൻ്റെ പിന്നിലും ഓരോ കഥയുണ്ടെന്നുള്ളത് നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാക്കി തന്നത് ഇന്നലത്തെ ആ വീഡിയോയിലായിരുന്നു. ഈ സാബുമാൻ അദ്ദേഹം ഒരു സേഫ് പ്ലെയർ ആണല്ലേ. അപ്പോൾ ആ പുള്ളി ടോപ്പ് 5 വന്നാൽ എന്തായിരിക്കും പ്രതികരണം? പ്രതികരണം എന്ന് പറഞ്ഞാൽ അതിശയിക്കാനൊന്നുമില്ല. കാര്യം പറഞ്ഞാൽ ആൾക്കാരുടെ പ്രതിഷേധമായിരിക്കും സാബുമാൻ എത്തുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും സാബുമാന് ആരുമില്ല, ചിലപ്പം ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കാര്യം എൻ്റെ അടുത്ത് കമൻസ് അല്ലാണ്ട് എന്നെ പേഴ്സണലി എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പുറത്തുള്ള ആൾക്കാരും സംസാരിക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ പറഞ്ഞതാണ്, ചേച്ചി സാബുമാന് ഇപ്പം ഒരു വിഭാഗം പറയുന്നുണ്ടായിരുന്നു മറ്റ് കണ്ടസ്റ്റൻ്റിനൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആണ് സാബുമാന് വോട്ട് കിട്ടുന്നത്. ഈ വോട്ടൊക്കെ സാബുമാനാണ് പോണത്, വോട്ട് കൊടുക്കുന്നില്ല ആരും. സോ വോട്ട് സാബുമാൻ ഇരിക്കട്ടെ. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പുറത്തുനിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയായിരുന്നു, ചേച്ചി ഞാൻ പുറത്താണ്, അതായത് എബ്രോഡാണ്, പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് മലയാളികൾക്ക് സാബുമാനെ ഇഷ്ടമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി നിൽക്കുന്നു. അതായത് മറ്റവരവിടെ അടിയും ബഹളവും എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിരിച്ച മുഖമാറ്റ ഒരാൾ നിൽക്കുമ്പോൾ അയാളിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഓഡിയൻസിൽ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഭാഗ്യം വന്ന് ഇപ്പോൾ പതുക്കെ സാബുമാന് ഭാഗ്യം നന്നായിട്ടുണ്ട്. കാര്യം ആ ഒരു എവിക്ഷൻ, ആ ജിഷിൻ്റെ എവിക്ഷൻ, ആ ജിഷിന് പകരം സാബുമാനാണ് ഔട്ടായിരുന്നു എങ്കിൽ അത് സാബുമാൻ അവിടെയാണ് ഭാഗ്യം വന്നത്. സാബുമാൻ രക്ഷപ്പെട്ടു. അതിൽ നിന്നാണ് സാബുമാൻ പിടിച്ച് കയറുന്നത്. പിന്നെയും അവിടെ നിന്ന് സാബുമാന് ശ്രദ്ധിക്കാൻ തുടങ്ങി, അയ്യോ ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് സാബുമാൻ്റെ ഗെയിം ഒന്നും വലുതായിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ പതുക്കെ ഗെയിമൊക്കെ കളിച്ചു തുടങ്ങി, പക്ഷം പിടിച്ചു തുടങ്ങി, അനുവിൻ്റെയൊക്കെ എഗൻസ്റ്റ് നിൽക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. എന്നാലും സാബുമാനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നമ്മൾ പറയേണ്ട ഒരാളും കൂടി ഉണ്ടല്ലേ, അനീഷ്. കാരണം ഒരു കോമൺ മത്സരാർത്ഥി, ഒരു സാധാരണക്കാരനിടയിൽ നിന്ന് വന്ന ഒരാൾ ആദ്യമായിട്ടാണ് ഇത്ര ദിവസങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അനീഷ് ഒരു മികച്ച പ്ലെയർ ആണോ? തീർച്ചയായിട്ടും അനീഷ് വളരെ പ്ലാനിങ്ങോടുകൂടി വന്നൊരു പ്ലെയറാണ്. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം, എങ്ങനെ പറയണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളത്. അനീഷിൻ്റെ ആദ്യത്തെ പ്ലാനിങ് ഒന്ന് ചീറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് 2 ആഴ്ചത്തെ ഗെയിം പുള്ളിക്കാരെ നന്നായിട്ട് കളിച്ച് വന്നതാണ്. ഭയങ്കരമായ രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മറ്റ് കണ്ടസ്റ്റൻ്റ് കിടന്ന് ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യം 100 പ്രാവശ്യം പറയുക. സോ ഇതൊക്കെ അനീഷിൻ്റെ ഒരു പാറ്റേൺ ആയിരുന്നു. അങ്ങനെ തന്നെ മനസ്സിലാക്കി ഇങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലാലേട്ടനാണ് അത് ബ്രേക്ക് ചെയ്തത്. കളിക്കണ്ട, ഇങ്ങനെ അല്ല കളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഒരു ഹിൻഡ് കൊടുത്തു. അത് കഴിഞ്ഞ് അനീഷ് പതുക്കെ ഒരു നന്മമരം സോണിലേക്ക് വന്നു, നന്മമരത്തിലേക്ക് വന്നു. അപ്പം നമ്മൾ പിന്നെ അങ്ങോട്ട് നന്മമര സോണാണ് നമ്മൾ കാണുന്നത്. ഇപ്പം പെട്ടെന്ന് പഴയ സോണിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അനീഷിൻ്റെ ഗെയിം ഇഷ്ടമാണ്. ചില സമയത്ത് അനീഷ് ചില കാര്യങ്ങൾ, ഇപ്പം ചില സമയത്ത് ഈ ഒന്നാമത്തെ കാര്യം അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്ന കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. കോംബോ താല്പര്യമില്ല അനീഷിൻ്റെ ഫാൻസിന്. അനീഷ് ഒറ്റയ്ക്ക് കളിക്കുക. പിന്നെ ഒറ്റയ്ക്ക് കളിക്കുമ്പം കൂടുതൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജീസ് ഒന്നും എടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഒറ്റപ്പെടലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇപ്പോൾ അനീഷ് സ്വന്തമായിട്ട് ഗ്രേസ്ഫുൾ ആയിട്ട് കളിക്കാനാണ് അനീഷിൻ്റെ ഫാൻസ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഒരു കോമണർ എന്ന നിലയ്ക്ക് ഇതുവരെ എത്തിയില്ലേ? അയ്യോ, അത് തന്നെ വലിയ കാര്യം. ഇവരെ നിന്ന് കളിച്ച് കോമണർ കാർഡൊക്കെ എടുത്തു, അതൊക്കെ ശരി തന്നെ, എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാ കളിയും അനീഷ് അവിടെ കളിച്ചു. എല്ലാ സംഭവങ്ങളും കളിക്കുന്നുണ്ട്, മാക്സിമം കഷ്ടപ്പെടുന്നുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കുന്നുണ്ട്. ചില സമയത്ത് മിണ്ടാതെയൊക്കെ ഇരിക്കും. അപ്പം നമുക്ക് തോന്നും എന്തുകൊണ്ട് ഈ അനീഷ് മിണ്ടായിരിക്കുന്നു, ഒന്ന് വർത്താനം പറയുന്നത്. പക്ഷെ പിന്നെ പൊട്ടിത്തെറിക്കും. അപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള പിന്നെ അനീഷിനൊരു പാറ്റേൺ ഉണ്ട്. രാവിലെ 6 മണി തൊട്ട് 9 മണിക്കിടയിലാണ് അനീഷ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമുക്ക് ലൈവ് കാണുന്നവർക്ക് അറിയാം. ഇതൊക്കെ എന്നും പറഞ്ഞൊരു പാറ്റേൺ ആണ്.
പിന്നെ അനീഷിൻ്റെ ഗെയിമൊക്കെ വീട്ടുകാർ തന്നെ കുറേ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അനീഷ് അതിന് കരകയറിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ എത്തിയില്ലേ? നമുക്ക് ടോപ്പ് 5 തന്നെ അനീഷിന് ഒരു നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്, സ്ട്രോങ് ആയിട്ട്. അനീഷിന്റെ കോംബോ നമുക്കറിയാം ഷാനവാസ് ആണ്. അപ്പം അനീഷ് റിയൽ ആയിട്ട് തോന്നുന്നു, ഷാനവാസ് ഫേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ രേവതിക്ക്? എനിക്ക് രണ്ടുപേരും ഗെയിം കളിക്കുന്നവരെ തോന്നിയിട്ടുള്ളത് സത്യമായിട്ടും. പിന്നല്ലാണ്ട് കാരണം ആദ്യം എനിക്ക് അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് എത്തിയത് അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. കാര്യം ഷാനവാസ് അവിടെ നന്നായിട്ട് ഒരു ഗെയിമറാണ്, നല്ലൊരു ഗെയിമറാണ് ഷാനവാസ്. കാര്യം അക്ബറിനെതിരെ ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരെയും തിരിച്ചത് ഷാനവാസാണ്. അതിന് അക്ബർ എന്തോ വലിയൊരു വില്ലനാണെന്ന് എല്ലാവരുടെ മനസ്സിലേക്കും കുത്തിയിട്ട് കൊടുത്തത് ഷാനവാസാണ്. പിന്നെ അത് കാര്യം മാത്രമല്ല, ഈ അനീഷിനെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല ആർക്കും. പിടിച്ചു നിർത്തിയത് ഷാനവാസാണ്. അപ്പോൾ ഈ ഷാനവാസ് അനീഷിൻ്റെ കൂടെ കൂടിയതും ഗെയിമിൻ്റെ ഇത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. അത് കഴിഞ്ഞ ശേഷം അനീഷ് ഷാനവാസിനെ ഒന്ന് അടക്കി. അത് കഴിഞ്ഞ് അനീഷ് കുറച്ച്, അപ്പോൾ നമ്മൾ വിചാരിക്കും അനീഷ് അങ്ങ് അടങ്ങിയെന്ന്. ഇല്ല, അനീഷ് ഷാനവാസിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അടങ്ങിയിട്ടൊന്നും ഇല്ല. പിന്നെ ലാലേട്ടനാണ് ഇവരെ കോംബോ ആക്കിയത്, അല്ലാതെ അവർ തനിയെ കോംബോ ആയതൊന്നുമല്ല. അപ്പോൾ അനീഷ് വിചാരിച്ചു എന്താണ്, പുറത്ത് ഭയങ്കര ഹിറ്റായിരിക്കും, പുറത്ത് ഇച്ചിരി ഇഷ്ടമാണ്, അവരുടെ കോംബോയിന് ഇഷ്ടമാണ്. പക്ഷേ ലാലേട്ടൻ വന്നിട്ട് നിങ്ങൾ കോംബോ അല്ലേ, നിങ്ങൾ ഹൃദയം തുറക്കൂ എന്ന് പറഞ്ഞ് അവസാനം അനീഷ് ഹൃദയം തുറന്നു. കാര്യം എന്തൊക്കെയോ പുറത്ത് ഇവരുടെ കോംബോ കാണാനാണ് ഇഷ്ടം എന്ന് മനസ്സിലായി. പക്ഷേ എന്നാലും അനീഷ് അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും ഗെയിം വിട്ടുകൊടുത്തിട്ടില്ല ഷാനവാസിൻ്റെ കയ്യിൽ. കാര്യം കഴിഞ്ഞ ആഴ്ച തന്നെ അനീഷ് ഷാനവാസ് തനിക്കെതിരെ കളിച്ച എല്ലാ ഗെയിമും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ കളിച്ച എല്ലാ ഗെയിമും. അതിന് ഷാനവാസ് ഒന്ന് അടിപതറിപ്പോയി. കഴിഞ്ഞ ആഴ്ച ഒന്ന് പതറിപ്പോയി ഷാനവാസ്. അയ്യോ, ഇവൻ എൻ്റെ കൂടെ നിൽക്കുന്നില്ല, ഇവൻ മനസ്സിലായോ എന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ തിരിച്ച് ഷാനവാസ് പിടിക്കുന്നുണ്ട് അനീഷിനെ. ഇവർ രണ്ടുപേരും കളിക്കുക. ആദ്യം ഷാനവാസ് അനീഷിനെ വെച്ച് കളിച്ചു, ഇടയ്ക്ക് അനീഷ് ഷാനവാസിനെ വെച്ച് കളിക്കുന്നുണ്ട്, ഇപ്പം അങ്ങോട്ടും രണ്ടുപേരും കളിക്കുന്നുണ്ട്. എന്തായാലും ഗെയിമാണത്, അത് ഗെയിം. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ കോംബോ എടുക്കുന്നുണ്ടെങ്കിലും ട്രൂ ആയിട്ടുള്ളത് എടുക്കാൻ നോക്കുക. ഓഡിയൻസിന് ഒരു വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയാത്, അതാണ് നല്ലത്. തീർച്ചയായും. ഇപ്പം ഒരു വീട്ടിൽ കയറ്റൽ പരാമർശം ഉണ്ടായിരുന്നല്ലോ, ആദിലയും നൂറയും വീട്ടിൽ കയറ്റില്ല എന്ന് രശ്മി പറയുന്നു. അവരുടെ അമ്മ വന്ന സമയത്ത് വീടിന്റെ പടിവാതിൽ വരെ വേണമെങ്കിൽ കയറ്റാന്ന് പറയുന്നു. അത് എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇത് ആ കണ്ടസ്റ്റൻസിന് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് തോന്നിയിട്ടുണ്ട് ആ ഒരു പരാമർശം. തീർച്ചയായിട്ടും നമുക്കിപ്പം ഇപ്പം എൻ്റെ അഭിപ്രായം തന്നെയാണ്, നിങ്ങൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെപ്പോലെ തന്നെ ചിന്തിക്കണോ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അപ്പം ലക്ഷ്മി പറയുന്ന കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. നമുക്കതിനെ ഒരിക്കലും ഇല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ എവരെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് പോയി പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം ലക്ഷ്മി ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ, ഇപ്പോൾ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാര്യം നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയോട് നമുക്ക് ഇത് താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു ഇതിനോട് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ കയറ്റാൻ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് താല്പര്യമില്ല. ലക്ഷ്മി പറഞ്ഞതിനോട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമേ ഇല്ല. അത് ലക്ഷ്മി ചെയ്യുന്ന തെറ്റാണ്. പക്ഷേ ലക്ഷ്മി വിചാരിക്കുന്നത്, ലക്ഷ്മിയുടെ ആ ഒരു ഇതിനോടുള്ള അത് ലക്ഷ്മിയുടെ അഭിപ്രായമാണ്. അത് നമുക്കൊരിക്കലും ഇല്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ ചിന്തിക്കണം, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേ പറ്റുള്ളൂ എന്ന് നമുക്ക് അവരെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ആദിലയും നൂറയുടെയും കാര്യം. അവരോട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മി ആ സ്റ്റാൻഡിൽ നിന്നതിൽ ലക്ഷ്മിക്ക് സപ്പോർട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ നിന്നതുകൊണ്ടാണ് ലക്ഷ്മിക്ക് ഇതുവരെ നിൽക്കാൻ പറ്റിയത്. ഈ പലപ്പോഴും ഗെയിമിന് പകരം കിച്ചണാണ് ടോപ്പിക് ആവുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ തോന്നിയിട്ടുണ്ട്. ഗെയിമോ ഏത് ഗെയിം? കിച്ചൺ ആയിരുന്നു ടോപ്പിക്ക്, ഭക്ഷണമായിരുന്നു ടോപ്പിക്ക്, ഫുഡായിരുന്നു വിഷയം. കാര്യം ഇവരെ പണിപ്പുര എന്ന് പറഞ്ഞ് ഒരു മാസം ഇവരുടെ ഡ്രസ്സ്, ഇവരുടെ മേക്കപ്പ്, ഫുഡ് എല്ലാം മാറ്റിയിട്ട് ഒരു മാസമാണ് ഇവരെ അവിടെ ഇട്ടത്. അത് കാരണം ഇവർക്ക് ഭയങ്കരമായ ഒരു ഇതുണ്ടായി. കാര്യം ഫുഡിനോടാണെങ്കിലും ഡ്രസ്സിനോടാണെങ്കിലും. അതിൽ ഈ കിച്ചണിനകത്തെന്ന് പറഞ്ഞാൽ അനു അവിടെ കിച്ചണിനകത്ത് കയറി അനു വേറൊരു രൂപമായി മാറും. അനുവിൻ്റെ കണ്ടൻറ്റേ കിച്ചണാണ്. അത് എനിക്ക് കൂടുതലും അനുവിന് കണ്ടൻറ്റ് കിട്ടുന്നതും അനുവിന് സപ്പോർട്ട് കിട്ടുന്നതും അനുവിന് നെഗറ്റീവ് കിട്ടുന്നതും കിച്ചണിൽ നിന്നാണ്. അനുവിന് ആകെ കൂടെ കണ്ടന്റ് കിട്ടുന്നത് കിച്ചണിൽ, പക്ഷേ നെഗറ്റീവ്സ് അനുവിനെ ഇഷ്ടപ്പെടാതാവുന്നതും കിച്ചണിലാണ്. കാര്യം അനുവിൻ്റെ ചില പ്രവൃത്തികൾ കാരണം. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണ് വഴക്ക്, എപ്പോഴും വഴക്ക് അത് തന്നെയാണ്. ഫുഡായിരുന്നു ഈ സീസണിലെ മെയിൻ വിഷയം. ശരി, ഒരൊറ്റ ചോദ്യം കൂടി, ആര് കപ്പടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അയ്യോ, ഞാൻ പറയട്ടെ, എനിക്ക് തലേദിവസം ചോദിച്ചാലും എനിക്കറിയില്ല കേട്ടോ, സത്യമാണ് പറയണത്. തലേദിവസം അല്ല, ഒരു മണിക്കൂറിന് മുന്നേ ചോദിച്ചാലും ഞാൻ പറയില്ല. അങ്ങനെയാണ് ഈ പോക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ കയറും, അടുത്ത ആൾ പിന്നിലേക്ക് വലിച്ചിട്ട് കയറും, ഒരാൾ കയറും, അടുത്ത ആൾ പിന്നിലേക്ക് വലിച്ച്, ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുക, പിന്നിലേക്ക് വലിച്ചിട്ടാണ് കയറുന്നത്. അതുകൊണ്ട് ഒരു ടിക്കറ്റ് ഇപ്പം നടക്കാൻ വേണ്ടി എന്ത് ടാസ്ക് നടല്ല, ടിക്കറ്റ് ഫിനാലെയോ എന്ത് ടാസ്ക്കാണ് നടക്കാൻ പോണെങ്കിലും അതിൽ സൂപ്പറായിട്ട് കളിക്കുക. പക്ഷേ ഈ കളി മാത്രമല്ല കേട്ടോ, ടാസ്ക് മാത്രമല്ല, ഒരു ഫാൻ ബേസ് ഓൾറെഡി ഇവർക്കുണ്ട്. അത് മായ്ച്ച് കളയാൻ പറ്റില്ല. അത് അവർ ഔട്ടാവാതെ അത് മായ്ച്ച് കളയാൻ പറ്റില്ല. സോ ഫാൻ ബേസ് ഉള്ളവർക്കാണ് ഇപ്പോഴും
ഇതിനകത്ത് പ്രാധാന്യം, വിന്നർ ആവാനുള്ള സാധ്യത. ഒരു സാധ്യത എനിക്ക് ഒരാളെ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പം അനീഷ്, ഷാനവാസ്, അനു ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആര്യനും അക്ബറും ഒക്കെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ട്രയോ പറയാമെങ്കിൽ നമുക്ക് അനീഷിനെ, ഷാനവാസിനെ, അനുവിനെയും പറയാം. ഇതിൽ എനിക്കറിയില്ല, ചിലപ്പോൾ ഇവർ പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ല, ഒട്ടുമേ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സീസണാണിത്. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഡോക്ടർ രേവതി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചു. ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിന്. ശരി, താങ്ക് യു സോ മച്ച്. ശരി, ന്യൂസ് 3 പൂർണ്ണമാകുന്നു. നമസ്കാരം.